എല്ലാ ചങ്ങായിമാരെ ഇവിടെ എന്താ പറമ്പിൽ പിടിക്കാത്ത ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങോട്ടത്തെ മാറ്റിയോ? ഇവര് ഓട്ടൊക്കെ നിർത്തി ഇവിടെ എന്താ കോൺക്രീറ്റിന്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ? നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പം നമ്മളെ ചങ്ങായിമാർ ഇവിടെ ഉണ്ട്, എന്തോ കോൺക്രീറ്റിന്റെ വർക്ക് എടുക്കണം തോന്നുന്നു. നമ്മൾ പോയി നോക്കാം എന്താ അവർ ചെയ്യുന്നതെന്നുള്ളത്. അല്ല ചങ്ങായിമാർ, നിങ്ങൾ എന്താ ഇവിടെ കാട്ടുന്നത്? നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് പണിയൊക്കെ നിർത്തിയപ്പോൾ കോൺക്രീറ്റ് പണിക്ക് പോലെ എടുത്തിയോ? വണ്ടിക്കൊക്കെ ബുദ്ധിമുട്ടായപ്പോ നമ്മളിങ്ങനെ കോൺക്രീറ്റ് ലെവലാക്കി നമ്മക്കൊരു ഉഷാറായില്ല. വണ്ടിയൊക്കെ നടക്കുന്നുണ്ട്. ഇതല്ലേ നമ്മളെ കുടിവെള്ള പദ്ധതിന്റെ ഭാഗമായിട്ട് പിന്നുപോയി, എന്റെ പിന്നുപോയി, അസുഖറിന് പോയി. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ മൂന്നാമത് ചോദിച്ചേ ചെയ്യല്ലേ, ഞങ്ങൾ ചെയ്യാം പറഞ്ഞില്ലേ. ഇവലെ സങ്കടമാണ് ഈ പറഞ്ഞത്. കാരണം നമ്മളെ പറമ്പിടിക ഓട്ടോ സ്റ്റാൻഡിലെ നമ്മളെ നേതാന്മാരാണത്. ഇവർക്ക് നമ്മളറിയാം, നമ്മളെ പഞ്ചായത്തിലെ മിക്ക റോഡുകളിലും കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ കീറിയിട്ട് എല്ലാ ഭാഗം ഏകദേശം സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് അധികൃതരോടൊക്കെ ഇതിനെക്കുറിച്ച് ഗ്രാമസഭയിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏതായാലും ഒരുപാട് റോഡുകൾ കോൺട്രാക്റ്റ് ഫണ്ട് വന്നിട്ടുണ്ട്, ടെൻഡർ പാസ്സായിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് മഴ പോയാൽ ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് നമുക്ക് അധികൃതരുടെ നിന്ന് അറിയാൻ സാധിച്ചത്. അല്ല, നമ്മുടെ പെരുവള്ളൂർ പഞ്ചായത്തിൽ വരപ്പാറയിൽ നിന്നും പറച്ചനപ്രായിലേക്കുള്ള റോഡാട്ടോ. ഇവിടെ രണ്ടാം തവണയാണ് കേട്ടോ ഇവിടെ ഈ വർക്ക് ചെയ്യുന്നത്. കാരണം ആദ്യം ഫുള്ള് മണ്ണ് ഓരോ വെട്ടിലും കുണ്ടിലും മണ്ണിട്ട് ഫില്ല് ചെയ്തിരുന്നു. പക്ഷെ അത് വീണ്ടും വണ്ടികളിങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോൾ ആ മണ്ണൊക്കെ വീണ്ടും പോയി, വീണ്ടും വലിയ അമ്പ് ചാടണ പോലെ വലിയ കുഴികളൊക്കെ ആയതുകൊണ്ടാണ് ഇവർ വീണ്ടും ഒരു പദ്ധതി എടുത്തിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയായിട്ട് വന്നത്. തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ ചാത്രത്തൊടിയിൽ നിന്നും വട്ടപ്പറമ്പ് പ്രദേശത്തേക്കും നമ്മളിതുപോലെ മണ്ണിട്ടിട്ടുണ്ട്. അവിടെയും വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ്. ഒരു 100 മീറ്റർ അകലെ ദൂരം നോക്കിയാൽ തന്നെ കാണാം അതിൽ ഒരു 15-16 വെട്ടുകൾ ഓരോ വീടുകൾക്കും ക്രോസ് കീറിയതാണ്. പക്ഷെ അധികാരികളോട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കലുണ്ട്. പക്ഷെ അവർ പറയണത് ആ റോഡുകളൊക്കെ ടെൻഡർ ആയിട്ടുണ്ട്, ടെൻഡർ ആയതുകൊണ്ടാണ് അത് നടുക്ക് കോൺക്രീറ്റ് ചെയ്യാത്തതെന്നാണ് നമ്മൾ അവരുടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് മറുപടി ലഭിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അത് ടെൻഡർ എടുത്ത ആളുകൾ മഴ പോയിട്ടുണ്ട്, ആ വർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഫിനിഷ് ആക്കണം. എന്നിട്ട് നമ്മൾ റോഡ് വർക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതിൽ കുട്ടികളായിട്ട് പോണ ഡ്രൈവറുണ്ട്. ആ ഡ്രൈവറോടൊന്ന് ചോദിക്കാം റോഡിന്റെ അവസ്ഥകളും എന്താണ്. വളരെ പരിതാപകരമായിട്ടുള്ള റോഡുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് അല്ലേ. വളരെ മോശം. അതായത് ഇപ്പോൾ വണ്ടിക്കാരെ അപേക്ഷിച്ച് ഈ റോഡിൽ ഓരോ ഗട്ടറും ചാടുമ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ കലിക്കൊണ്ടേ ഇരിക്കുകയാണ്. മൈലേജിന്റെ വിഷയം വരുന്നത്, വണ്ടി കേടുപാട് വരുന്നത്. ഇപ്പം മക്കൾക്ക് തന്നെ അറിയാം, 1-2 പ്രാവശ്യം നമ്മളെ വണ്ടി ഇവിടുന്ന് കേടുന്നില്ലേ. അപ്പോൾ ഇതിലൊക്കെ ചാടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി വർക്ക്ഷോപ്പ് കൊടുക്കാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഓട്ടോ ഡ്രൈവർമാർ കൂടിയിട്ട് ഇവിടെ കുറച്ച് കോൺക്രീറ്റ് ഇതൊക്കെ ചെയ്തിട്ട് അതിന് മുമ്പ് കുറച്ച് മണ്ണൊക്കെ ഇട്ടുകൊണ്ട് സെറ്റാക്കി. ഇപ്പോൾ ഇല്ല, അന്ന് നമ്മൾ കണ്ടല്ലോ അല്ലേ മക്കളെ. ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ട് കൊണ്ടിരിക്കുന്നു, ഉഷാറായിട്ടുണ്ട്. വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾക്ക്, വളരെയധികം നല്ല കാര്യം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉഷാറാണ്.